പെണ്ണിനെ കാണാൻ പോകുന്ന മിഠായി കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ നിശ്ചയം, പിന്നെ അങ്ങോട്ട് പോകല് ഇങ്ങോട്ട് പോകല്, ഇതിനൊക്കെ ചെക്കനാ പൈസ എടുക്കേണ്ടത്, ആൺകുട്ടിയാണ് ഇതൊക്കെ എടുക്കേണ്ടത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് എടുക്കലോ, ആ ഡ്രസ്സ് എടുക്കലാണ് ഏറ്റവും വലിയ കടം വരുന്നത്. ഇപ്പോൾ 1 ലക്ഷത്തിൽ കുറഞ്ഞ ഡ്രസ്സ്, കല്യാണ ഡ്രസ്സ് 1 ലക്ഷത്തിൽ കുറഞ്ഞതാണെങ്കിൽ ഇത് എത്ര ലക്ഷത്തിന് എന്ന ചോദ്യം തന്നെ. അത്ര വലിയ ഡ്രസ്സ് 1-2 മണിക്കൂറിനാണ് ഇടാന്. അത് തലേ ദിവസമുള്ള ഡ്രസ്സ് വേറെയാണ്, തലേ ദിവസം വേറെ കുറെ പേക്കൂത്തുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ടീച്ചറെ മെഹന്തി, ഹൽദി, അറബിക് കല്യാണം, അതൊക്കെ അറിയില്ലേ? അറബിക് കല്യാണം, ഗുലാബി നൈറ്റ്, അള്ളാഹുവേ എന്തൊക്കെ പിന്നെ നൈറ്റുകൾ അവരുണ്ടാക്കണത്. എവിടുന്നാണ് ഈ നൈറ്റൊക്കെ കിട്ടിയത് എന്നുള്ളതാണ്. നോക്കി ഞാനൊരു ദിവസം നേരിട്ട് അനുഭവിച്ചതാണ്. ഞാനൊരു കടയിൽ ചെന്ന് കയറിയതാണ്. അപ്പോൾ ഒരു 70 വയസ്സായ ഉമ്മക്ക് മാക്സി തരെയാണ്. എന്ത് മാക്സിയാണ് വേണ്ടതെന്ന് അറിയോ? മഞ്ഞ നിറത്തിലെ മാക്സി. അവരുടെ വീട്ടിൽ പിറ്റേ ദിവസം മകന്റെ മോളെ കല്യാണം കെട്ടിച്ചു കൊടുക്കുകയാണ്. അവിടെ പിറ്റേ ദിവസം ഇടാനുള്ള മഞ്ഞ ഒരു മാക്സിക്ക് 75 വയസ്സായ ഉമ്മാനെ കൊണ്ടുവരാൻ തരയുന്നത്. ആ വീട്ടിൽ അന്ന് കത്തിക്കുന്ന ബൾബ് മുഴുവനും മഞ്ഞ. ഈ മഞ്ഞ മാക്സി ഇടണം, കാരണം അത്രയും വയസ്സായതാണ്. അതിന് മാക്സി അത് സാരി എടുക്കേണ്ടവർ സാരി മഞ്ഞ, അതുപോലെ തന്നെ മാക്സി മഞ്ഞ, അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും മഞ്ഞ. ഇത് മഞ്ഞ കല്യാണം. പിന്നെ ഒരു മൈലാഞ്ചി ഉണ്ട്. മൈലാഞ്ചിടല് വയസ്സായ എല്ലാമാരും ബാപ്പാനും കണ്ണ് കണ്ടില്ലെങ്കിൽ ആ മൈലാഞ്ചി മുഴുവനും എല്ലാവരും ഇടണം. ഇങ്ങനെ ഒരുപാട് നിങ്ങൾ പറഞ്ഞ മെഹന്തിയും മൈലാഞ്ചിയും ഹൽദിയും എല്ലാ കല്യാണങ്ങളും തലേ ദിവസം നടത്തിയിട്ട് ഇവന്റെ ശ്വാസം കണ്ട് അടങ്ങും പിറ്റേന്നൊക്കെ കല്യാണത്തിന് അന്നൊക്കെ 1 ചോറ് പോരാ, 2 ചോറ് പോരാ, 3 ചോറ് പോരാ, 4ാമത്തെ ഐറ്റം കൂടി ഉണ്ടാക്കണം. ഇനി അതൊന്നും പോരെങ്കിൽ പൊറാട്ടയും പത്തിയും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവിടെ നിരത്തുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പണം എവിടുന്ന ചെക്ക ഉണ്ടാക്കുന്നത്? ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് തന്നെ, ഈ ആൺകുട്ട കയ്യിൽ നിന്ന് തന്നെ ഈ പണം ഇറങ്ങണം. അല്ലാതെ ഉമ്മയും ബാപ്പാൻ്റെ വീട്ടിലൊന്നും എടുക്കാനൊന്നുമില്ല. അതിന് പെങ്ങന്മാർ അളിയന്മാരൊന്നും കൊടുത്ത് കൊട്ടി കൊടുക്കൂല. ഇനി അഥവാ അന്ന് സഹായിച്ചാൽ തന്നെ കണക്ക് പറഞ്ഞ പിറ്റേത്തെ മാസത്തിൽ അല്ലെങ്കിൽ അവനൊരു കുട്ടിയുണ്ടെങ്കിൽ അതിനെ കെട്ടിക്കുമ്പോൾ ചോദിക്കുകയും ചെയ്യും. ഇങ്ങനെ കടം വരുത്തുകയാണ് ആൺകുട്ടികളുടെ മേൽ നമ്മൾ ഉമ്മമാരത് ഉണ്ടാക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാന്ന് വെച്ചെങ്കിൽ ഈ പൊന്നാരെന്നറിയല്ലോ, ഈ പൊന്നാര ഉണ്ടാക്കുന്ന മുഴുവനും സ്ത്രീകളാണ്, ഉമ്മമാരാണ്. ഒന്നുകിൽ ആൺകുട്ടിൻ്റെ ഉമ്മ, അതല്ലെങ്കിൽ ആൺകുട്ടിയുടെ പെങ്ങന്മാര്. ഇവർ 2 കൂട്ടരല്ലാത്തവർ ആരും ഒരു വാപ്പി നാളെ മെഹന്തി വേണമെന്ന് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊന്നും ഒരു വാപ്പിയും പറയുക മെഹന്തി വേണമെന്ന്, മൈലാജി വേണമെന്ന്, അല്ലെങ്കിൽ ഹൽദി വേണമെന്ന്. ഇതൊക്കെ ഉണ്ടാക്കണം നമ്മളമ്മമാരെ. എന്താ കാരണം? അങ്ങേ വീട്ടിൽ ആയിഷാന്റെ വീട്ടിലുണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ റുക്കിയാന്റെ വീട്ടിലുണ്ടാക്കി, നമ്മളെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ പൊങ്ങച്ചാണ്. അൽഹാഖു മുത്തഖാസുന ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അവിടെ അഹങ്കാരം, അവരെ പൊങ്ങച്ചോ ഖബറിൽ എത്തുന്ന വരെ അവർ മാറ്റൂലാന്ന്. അങ്ങനത്തെ ഒരു സമൂഹമായതുകൊണ്ടാണ് ഈ ആൺകുട്ടികൾക്ക് ഇന്ന് കല്യാണം എന്ന് പറഞ്ഞ പ്രയാസം.